പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗ യാത്രയ്ക്ക് പിന്തുണയുമായി എഴുത്തുകാരനും ദളിത് ചിന്തകനുമായ സണ്ണി എം കപ്പിക്കാട്. കോട്ടയത്തെത്തുന്ന യാത്രയ്ക്ക് എല്ലാ പിന്തുണയും സ്വീകരണവും നൽകും. യാത്രയിലേക്ക് UDF ക്ഷണിക്കുകയാണെങ്കിൽ പങ്കെടുക്കുമെന്നും സണ്ണി എം കപ്പിക്കാട് പറഞ്ഞു. സതീശൻ്റെ യാത്രയെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്ന നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. പ്രത്യേകിച്ച് കോട്ടയം ജില്ലയിലെത്തുമ്പോൾ ദളിത് സമുദായ മുന്നണിയുടെ പ്രവർത്തകർ എല്ലാ സ്ഥലത്തും സ്വീകരണം നൽകുന്ന എല്ലാ സ്ഥലത്തും അവർ പങ്കെടുക്കുകയും യാത്ര വിജയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും ചെയ്യും. അത് UDF തീരുമാനിക്കേണ്ട കാര്യം, അത് നമുക്ക് പറയാൻ പറ്റില്ല. അവരെന്നോട് ആവശ്യപ്പെട്ടാൽ എനിക്ക് പോകുന്നതിന് എതിർപ്പില്ല. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് ചേരുന്നു. ടോബി പറയൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് SKN. വൈക്കത്തെ സ്ഥാനാർത്ഥി ആകും എന്നുള്ള ചർച്ചകൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നടക്കുന്നുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ഈ തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് എത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു വാർത്തയാണ് സണ്ണി എം കപ്പിക്കാടിൻ്റെ സ്ഥാനാർത്ഥിത്വം. എന്തായാലും അദ്ദേഹത്തോട് UDF നേതാക്കൾ ചിലർ സംസാരിച്ചിരുന്നു, സ്ഥാനാർത്ഥിയാകുന്നതിനെക്കുറിച്ച് സംസാരിച്ചിരുന്നു എന്നാണ് നേരത്തെ വാർത്ത വന്നത്. അത് അതുപോലെ തന്നെ നിൽക്കുകയാണ്, അതിനപ്പുറത്തേക്കൊന്നും പോയിട്ടില്ല. കോട്ടയത്ത് വരുമ്പോൾ ഈ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കണമെന്നൊന്നും അല്ലെങ്കിൽ എടുത്തുചാടി ഉടനെ പ്രഖ്യാപിക്കണമെന്നും ഒരു ആവശ്യം തങ്ങൾക്കില്ല. അതിനപ്പുറത്തേക്ക് സ്ഥാനാർത്ഥിത്വം എന്ന് പറയുന്ന ആ കാര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ടും ഈ സതീശൻ്റെ യാത്രയെ പിന്തുണയ്ക്കുകയാണ്. LDF സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരായിട്ടുള്ള ഒരു യാത്രയായിട്ടാണ് ഈ യാത്രയെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ പൂർണ്ണമായിട്ടും പിന്തുണയ്ക്കുന്നു. കോട്ടയത്തേക്ക് ജാഥ എത്തുമ്പോൾ ആ പല സ്ഥലങ്ങളിലും സ്വീകരണം നൽകാൻ ഈ ദളിത് മുന്നണി പ്രവർത്തകരെല്ലാം തന്നെ പങ്കെടുക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തിന് വേദിയിലേക്ക് ഒന്നും ക്ഷണിച്ചിട്ടില്ല നിലവിൽ. അങ്ങനെ UDF നേതാക്കൾ ക്ഷണിക്കുകയാണെങ്കിൽ അദ്ദേഹം പങ്കെടുക്കുമെന്നും അറിയിച്ചിരിക്കുന്നു. നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം അനുസരിച്ച് കടുത്തുരുത്തിയിൽ ഈ ജാഥയുടെ ഭാഗമായേക്കുമെന്നുള്ളൊരു സൂചന ലഭിക്കുന്നുണ്ട്. വൈക്കത്തേക്ക് അദ്ദേഹം നിലവിൽ പോകുന്നില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു നിലവിൽ നമുക്കറിയാവുന്നതുപോലെ തന്നെ എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് പോകുമെന്നൊരു നിലപാടാണ് സതീശൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സണ്ണി എം കപ്പിക്കാടിനെ കൂടി ചേർത്ത് നിർത്തുമ്പോൾ അല്ലെങ്കിൽ UDFന്റെ ഭാഗമാക്കുമ്പോൾ ദളിത് വിഭാഗത്തിലെ വോട്ടുകളെല്ലാം കൂടി സമാഹരിക്കാൻ സാധിക്കുമെന്നുള്ള ഒരു വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് തന്നെ സണ്ണി എം കപ്പിക്കാടിനെ വൈക്കത്ത് സ്ഥാനാർത്ഥിയായി കൊണ്ടുവരാനുള്ള ഒരു നീക്കം നടത്തുന്നതും അതുകൊണ്ടാണെന്നാണ് വിലയിരുത്തുന്നത്. എന്തായാലും നിർണായക നീക്കങ്ങൾ തന്നെയാണ് കോട്ടയത്ത് ഇന്ന് സതീശന്റെ യാത്ര എത്തുമ്പോൾ നടക്കുന്നത്. താങ്ക് യു ടോബി ജോൺസൺ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.